പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇത് തന്നെയാണ് സ്കൂള്. ഒന്ന് കയറി നോക്കാം. ആരോ എന്താ ആരെ കാണാനാ? ഞാൻ നിധി ടീച്ചറിനെ ഒന്ന് കാണാൻ വന്നതാ. നിധി ടീച്ചർ വന്നിട്ടില്ലല്ലോ. ടീച്ചർ വരാൻ സമയമായില്ല. നിങ്ങളാരാ? ഞാൻ ടീച്ചറിന്റെ പരിചയത്തിലുള്ള ഒരാളാ. ഒന്ന് കാണണമായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ടീച്ചർ ഇപ്പോൾ വരും. വന്നിട്ട് അകത്തേക്ക് കയറാം. വണ്ടി ഒന്ന് നിർത്തി. അന്ന് തന്ത്രത്തിൽ നീ എന്റെ കണ്ണ് വെടിച്ചുപോയി. ഇനി ഒരിക്കലും എന്റെ മുന്നിൽ വന്ന് ചാടേണ്ടി വരില്ല എന്ന് കരുതിയോ നീ? നാട് നീളെ നിനക്ക് വേണ്ടി ഞാൻ വല വിരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീ ഏതോ മാളത്തിൽ കയറി മറഞ്ഞിരുന്നു. കൃത്യസമയത്ത് നീ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് വെട്ടു. എവിടേക്കാടി നീ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത്? പണ്ടേ നിന്നെ ഞാൻ കൈവിട്ടതായിരുന്നു. പക്ഷേ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ കേട്ടില്ല. വയറ്റിൽ വളരുന്ന സന്തതിയെ അങ്ങ് കൊന്നൊഴിവാക്കാൻ പറഞ്ഞപ്പോ നീ അതിനെ വളർത്തിയല്ലേ? അന്ന് വലിയ ഷോ കാണിച്ചു നീ. എന്നിട്ട് ഇപ്പൊ വന്ന് നീ എന്നെ വെല്ലുവിളിച്ചു. പകരം ചോദിക്കുമെന്ന് പറയടി. ആരാവൻ? ആരാടി നിന്റെ മോൻ? എനിക്കത് അറിയണം. തന്നോളെത്തിയ ഒരു മകൻ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ താൻ ഭയന്നു പോയല്ലേ? അപ്പൊ അവൻ ആരാണെന്ന് കൂടി അറിഞ്ഞ താൻ ഭയന്ന് വിറയ്ക്കും. ആര്? ഞാനോ? ഈ CKC കുറെ പൂരം കണ്ടതാ മോളെ. എന്നെ വിരട്ടി വിറപ്പിക്കാൻ വേണ്ടി ത്രാണിയും തന്റെയുള്ള ഒരുത്തൻ ഇന്ന് ഈ മണ്ണിലില്ല. അതിന് ഇനി ഒരുത്തൻ ജനിക്കേണ്ടിയിരിക്കുന്നു. അത് 30 വർഷം മുന്നേ നിങ്ങളുടെ സന്തതിയായി എന്റെ വയറ്റിൽ പിറന്ന് കഴിഞ്ഞു CKC. അവൻ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഞാൻ നിർമ്മലയുടെ മകനാണെന്നും പറയും. അന്ന് മനസ്സിലാക്കിക്കോളും താൻ അവൻ ആരാണെന്ന്. ഒരു കാഴ്ച തന്നെ അവസാനിക്കും താൻ. തന്നോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി തന്നെയാ താൻ നശിപ്പിക്കാൻ പറഞ്ഞ കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തത്. എന്തായാലും ഞാൻ അനുഭവിച്ച പ്രസവ വേദനയ്ക്കെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, ഞാൻ തന്നെ സ്നേഹിച്ചിരുന്നത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ അവൻ തന്നോട് പ്രതികാരം ചോദിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കൂ. നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാതെ വിട്ടതൊരു അബദ്ധമാണെങ്കിൽ ഇന്ന് ഞാനത് തിരുത്തും. പറയടി, ആരാവൻ? എവിടെയുണ്ടവൻ? പറയാൻ. നിന്നെക്കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. വേണ്ട രീതിയിൽ നിന്നെ ചോദ്യം ചെയ്താൽ അവൻ ആരാണെന്നും എവിടെയുണ്ടെന്നും നീ പറയും. വഴി ഒന്ന് കാറി കയറ്. എന്റെ ഗോഡൌണിൽ 10 നാൾ പട്ടിണി കിടക്കുമ്പോ നീ എല്ലാം പറയും. വഴി ഇങ്ങോട്ട്. വായിങ്ങോട്ട്. കാറി കയറാൻ.
പോയി പിടിക്കണം അവിടെ.